ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പൊങ്കാലയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മംഗമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു പോകുന്ന നൈവേദ്യമാണ് പൊങ്കാല. അമ്മയുടെ തിരുസന്നിധിയിൽ മക്കൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു നൈവേദ്യം കൂടിയാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവം കൂടിയാണ് പൊങ്കാല. പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ്. ദ്രാവിഡ ഗോത്രജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല. അവരായിരുന്നു അമ്മ ദൈവത്തെ ആരാധിച്ചിരുന്നത്. ഇന്നത് ശാക്തേയ ഹൈന്ദവാചാരങ്ങളുടെ ഭാഗമായി മാറി. അതുകൊണ്ടാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ അനുഷ്ഠാനം കാണപ്പെടുന്നത്. ശാക്തേയ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. അതിനാൽ ശ്രീ ഭദ്രകാളി, ദുർഗ, ഭഗവതി ക്ഷേത്രങ്ങളിൽ പൊങ്കാല കാണപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം ആറ്റുകാൽ പൊങ്കാലയാണ്. തങ്ങളുടെ ദേശദൈവത്തിന് വർഷത്തിലൊരിക്കൽ സ്വന്തം കൈയാൽ തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നു വരുന്ന ഒരു ചടങ്ങായിരുന്നു. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാം അരിയാക്കി മാറ്റി അതിൽ നിന്ന് ആദ്യത്തെ പങ്ക് പ്രപഞ്ചനാഥിയായ ഭഗവതിക്ക് നൽകുന്ന രീതിയിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറുള്ളത്. പൊങ്കാല പുരാതന കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് അത്. പല ഇടങ്ങളിലും ഈ ചടങ്ങിന് എല്ലാം മാറ്റം വന്നുവെങ്കിലും പാലക്കാട്ടെ പല ഭാഗങ്ങളിലും ഇതെല്ലാം ഇന്നും മാറ്റമില്ലാതെ തുടർന്നു പോരുന്നതായി കാണാം. കുമ്മാട്ടി, വേല, പ്രതിഷ്ഠാദിനം, ഉത്സവം, ചിലപ്പോൾ നവരാത്രി, തൃക്കാർത്തിക എന്നിങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ കാവിലെ ഭഗവതിക്ക് പൊങ്കാല ഇടാൻ വേണ്ടി സ്ത്രീകളെത്തും. ഭക്തി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നടക്കുന്ന ചടങ്ങാണ് ഇത്. കാവിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എല്ലാവരും അടുപ്പുകൂട്ടി നൈവേദ്യവും പായസവും അടക്കം മറ്റും തയ്യാറാക്കും. പല ഭാഗങ്ങളിലും സ്ത്രീകൾ തന്നെ നേരിട്ടാണ് പൊങ്കാല നേദിക്കുക. ചിലയിടങ്ങളിൽ പുരോഹിതർ അല്ലെങ്കിൽ വെളിച്ചപ്പാട് വന്ന് നേദിക്കുന്നത് കാണാം. ഇതിന് എല്ലാം സഹായത്തിന് എന്നവണ്ണം ചിലപ്പോൾ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും ഉണ്ടാവും. മാതൃദൈവാരാധന അഥവാ ശാക്തേയ ആരാധനയുടെ ഭാഗമാണ് പൊങ്കാല. മാതൃദൈവവും കാർഷിക സമൃദ്ധി എന്നിവയുമായുള്ള ബന്ധത്തിന്റെ നേർക്കാഴ്ചയാണ് പൊങ്കാല. ഇക്കൊല്ലം നല്ല വിളവ് തന്ന ഭഗവതിക്ക് അടുത്ത കൊല്ലവും നല്ല വിളവ് തരണേ എന്ന ഒരു പ്രാർത്ഥന കൂടി ഇതിൽ കാണാവുന്നതാണ്. തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ ആഘോഷിക്കുന്നു. കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാല, ചക്കുളത്ത് കാവ് പൊങ്കാല എന്നിവയാണ് പൊങ്കാലയുടെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ.